അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ അത് ഒരുങ്ങി നിൽക്കേണ്ടത് കാണുന്നത്. വേറെ ഒന്നുമല്ല, അമ്പലത്തിൽ പോകാനാണ്. ഇന്ന് പൂരം നാളാണെന്ന്. പൂരവും പിന്നെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ഉള്ളത്. അപ്പോൾ പൂരത്തിന് ഞങ്ങൾ പോയി അമ്പലത്തിൽ തൊഴാറുണ്ട് കേട്ടോ. മകം പൂരം ഉത്ര ഇത് മൂന്നും. അപ്പോൾ 3 അമ്പലത്തിലും പോയി തൊഴാറ് പതിവുണ്ട്. പിന്നെ അതിന് പൂരത്തിന് പോകണം. നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ. ഒരു 10-20 മിനിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ കൊട്ടാരം ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെ എല്ലാ വർഷവും വന്ന് പറയും കൊടുക്കും. തൊഴുത് പ്രസാദമായിട്ടും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോകാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം എന്നെ കൂടി സരിതയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ സരിതയും ഞാനും കൂടി വന്നത് ആ പറ കൊടുക്കാൻ പോയിട്ട് ഞാൻ. അപ്പോൾ പറ കൊടുക്കണത്തൊന്നും അധികം തിരക്കില്ല, അകത്തൊന്നും തിരക്കില്ല കേട്ടോ. അപ്പോൾ 10:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരക്കൊക്കെ കുറഞ്ഞ്. ഇനിയുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ പ്രസാദൂട്ടിൻ്റെ സ്ഥലത്താണ് ഭയങ്കര തിരക്കുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകണം ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ടായില്ല. പറ കൊടുത്തിട്ടാണ് അകത്ത് കയറിയത്. അകത്ത് കയറി പുറത്തിറങ്ങി നല്ല വെയിലാണ് കേട്ടോ. പിന്നെ ക്യൂ നിൽക്കണം. അപ്പോൾ ഇലസദ്യയുടെ അവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേറ്റിൽ മേടിക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി പ്ലേറ്റിലൊക്കെ പ്ലേറ്റ് മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ഉത്സവം തീരണ പൂരം നാളിൻ്റെന്ന്. അപ്പോൾ ഇന്ന് അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ പരിപാടി നടക്കാറുണ്ട്. വൈകിട്ട് 7:30 ആ പരിപാടി. അപ്പം നല്ല തിരക്കായിരിക്കും. പിന്നെ സന്ധ്യയ്ക്ക് എല്ലാ വർഷവും ഉള്ളവർ വെടിക്കെട്ടൊക്കെ ഉണ്ടാകും അമ്പലത്തിൽ കേട്ടോ. ഈ അമ്പലത്തിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് വെടിക്കെട്ടാണ്. എല്ലാ വർഷവും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾ വജിക്കടയിൽ കയറണമായിരുന്നു. സരിതൊക്കെ അവിടെ കയറി. പിന്നെ ഞാൻ പോകുന്ന വഴി കുറേ മാങ്ങയുടെ വീഡിയോ ഒക്കെ മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കണതാണ്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വെയിലത്ത് ഞങ്ങൾ നടന്നു പോകുന്നിട്ട്. ഞങ്ങൾ ഓട്ടോ ഒന്നും പിടിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി കൊടയും ചോടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകുന്നു. അങ്ങനെ അതാ വീടെത്തി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്ന് വെള്ളം കുടിക്കുകയാണ്. ഭയങ്കര ചൂട്. സദ്യയൊക്കെ കഴിച്ചുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി കറിയൊക്കെ വെക്കണമായിരുന്നു കേട്ടോ. രാത്രിത്തേക്കുള്ള മീൻ കറിയൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കേണ്ടതൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യും.